സുജുവിന് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന സമയത്താണ് എന്നെ വിളിച്ചത്. ട്രിവാൻഡ്രത്ത് ആ കുട്ടി ഒരു കുട്ടി പാടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നെ വിളിച്ചത്. അങ്ങനെ പോയി ദാസേട്ടൻ്റെ കൂടെ പിന്നെ ഞാൻ കുറേ സ്റ്റേജ് ഒരുമിച്ച് പാടി. എനിക്ക് 100-150 പ്രോഗ്രാമെങ്കിലും ദാസേട്ടൻ്റെ ഒപ്പം ഞാൻ പാടി കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഇടയ്ക്ക് ഫുള്ള് ദാസേട്ടൻ്റെ കൂടെയുള്ള കോൺസേർട്സ് പോയിരുന്നു. ഓരോ തവണ പോകുമ്പോഴും നമുക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. കൂടെ നിന്ന് പാടുന്നതും ദാസേട്ടൻ മൈക്കിനെ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ്. പിന്നെ എന്നെ ചില ആപത് ഘട്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടും ഉണ്ട്, അതും പറയണം കേട്ടോ. ആദ്യമായിട്ട് ജോൺസൺ മാഷിന് പാടാൻ പോകുമ്പോൾ ജോൺസൺ മാഷ് ഇത്തിരി ഒരു പെട്ടെന്നൊരു ദേഷ്യമൊക്കെ വരുന്നത് നമുക്കൊരു ചെറിയ പേടിയാവും. മാഷിന്റെ അടുത്ത് അങ്ങനെയല്ലേ പെട്ടെന്ന് ദേഷ്യം വരുന്ന പാടുന്ന ജയേട്ടൻ അങ്ങനെയില്ല. അങ്ങനെ മൂഡ്സ് ഒന്നും കാണിച്ച് റെക്കോർഡിങ് വരുമ്പോൾ ഭയങ്കര തമാശയും ബഹളവും ഒക്കെയാണ് ജയേട്ടനും. അങ്ങനെ ഒരു ഭയങ്കര നമുക്ക് കാണുമ്പോൾ ഒരു സീരിയസ് ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ അങ്ങനെയല്ല. ജയേട്ടൻ വളരെ വളരെ സരസനാണ്. ചിലപ്പോൾ ഒക്കെ ഒരു ഫുൾ ഡേക്ക് ഇരുന്ന് സംസാരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇത് ഭയങ്കര ഒരുപാട് കഥകളും ഒക്കെ പറയും. നമുക്ക് ഭയങ്കര രസമാണ് ജയേട്ടൻ വന്നു കഴിഞ്ഞാൽ വർത്തമാനം പറഞ്ഞിരിക്കാൻ കേട്ടോ. അങ്ങനെ അത്രയും സരസനായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ജയേട്ടൻ. പക്ഷെ പാട്ടിൻ്റെ കാര്യം വരുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് പാടുകയും ചെയ്യും. അപ്പോൾ അത് ജോൺസൺ മാഷിൻ്റെ റെക്കോർഡിങ്, അത് നമ്മുടെ ബാലേന്ദ്ര മേനൻ സാറിൻ്റെ കേൾക്കാത്ത ശബ്ദം എന്നുണ്ടെന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അതിലത്തെ ഒരു പാട്ടുണ്ട്, മാണിക്യ പുന്നാര പെണ്ണ് വന്നൊരു പാട്ട്. ആ പാട്ടിനകത്ത് ഫുൾ പാട്ട് ദാസേട്ടനാണ്. അതിനകത്ത് 3 ചരണം വരും. ആ 3ാമത്തെ ചരണത്തിന് തൊട്ട് മുമ്പ് ഒരു ഹമ്മിങ്, അതാണ് എനിക്കുള്ളത്. അപ്പോൾ പഠിപ്പിച്ചൊക്കെ തന്നു. എന്താണോ എനിക്ക് അറിഞ്ഞൂടെ, നമ്മുടെ ടെൻഷൻ കൊണ്ടാണ് ചോദിച്ചാൽ ജോൺസൺ മാഷ് ഇത്തിരി നമുക്ക് ജോൺസൺ മാഷ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു പേടിയും പിന്നെ റെക്കോർഡിങ് അതൊക്കെ നമ്മുടെ ആദ്യകാലത്തെ അല്ലേ. അപ്പം ബേസിക്കലി ഒരു ഭയങ്കര പേടിയുണ്ട് മനസ്സിൽ. ആ സ്ഥലം വരുമ്പം എന്ന് വരണം, ഞാൻ അവിടെ നിന്നു താഴേക്ക് വരും, അത് മറന്നു പോണു. അവിടെ വരുമ്പോൾ എന്തോ അവിടെ സ്റ്റക്കായി പോണു. അങ്ങനെ ഞാൻ അപ്പം ഇത്രയും പാടി വന്നിട്ട് ലാസ്റ്റ് പോർഷനല്ലേ ഇത് വരുന്നത്. ഞാൻ കാരണം പിന്നെയും ആദ്യം പോലെ എടുക്കണം. അന്ന് ഇന്നത്തെ പോലത്തെ ടെക്നോളജി ഒന്നും വളർന്നിട്ടില്ല. തെറ്റിപ്പോയാൽ വീണ്ടും ആദ്യം പോലെ തന്നെ വരണം. അപ്പം ഞാൻ കാരണം പിന്നെയും 2 ടേക്കായി. അപ്പോഴേക്കും എനിക്കങ്ങ് BP കൂടാൻ തുടങ്ങി. എനിക്ക് എന്താ, നമുക്ക് ടെൻഷൻ കയറി കഴിയുമ്പോൾ പിന്നെ തെറ്റേ വരുള്ളൂ. അപ്പോൾ അന്ന് ആ സമയത്ത് ജോൺസൺ മാഷോടൊന്നും ടോക്ക് ബാക്കോട് ദാസേട്ട ആ കുട്ടിയോടൊന്നും മര്യാദയ്ക്ക് പാടാൻ പറഞ്ഞ് അതും കൂടെ കേട്ടപ്പോൾ ഞാൻ പോയി, എൻ്റെ കൈ വിട്ടുപോയി. പക്ഷെ ഞാൻ